പ്രിയപ്പെട്ടവരെ, PV അൻവറിന്റെ വാർത്താ സമ്മേളനത്തിന് അനുമതി നിഷേധിച്ചിരിക്കുകയാണ് പോലീസ്. അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണാനിരിക്കെയാണ് പോലീസ് അനുമതി നിഷേധിച്ചത്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നാണ് പോലീസിന്റെ വാദം. എന്നാൽ വാർത്താ സമ്മേളനം നടത്തുമെന്ന നിലപാടിൽ തന്നെയാണ് PV അൻവർ. AK അഭിലാഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. AK അഭിലാഷ്, സ്ഥാനാർത്ഥിയല്ലല്ലോ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നത്, പകരം ഒരു നിലവിൽ DMK ഒരു പാർട്ടി പോലുമല്ല, PV അൻവർ MLA എന്ന നിലയിലാണ് വാർത്താ സമ്മേളനം നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ റാലി നടത്തി വലിയ രീതിയിൽ പ്രചരണത്തിൻ്റെ സമയത്ത് ഒരു വാർത്ത സൃഷ്ടിച്ചിരുന്നു PV അൻവർ. ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തും എന്നാണ് PV അൻവർ പറയുന്നത്. ഏത് ഗ്രൗണ്ടിലാണ് PV അൻവറിന്റെ വാർത്താ സമ്മേളനം പോലീസ് തടഞ്ഞതിപ്പോൾ? AK അഭിലാഷ്. ഇപ്പോൾ 9 മണിയോടുകൂടി വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കാനായിരുന്നു നേരത്തെ PV അൻവർ ശ്രമിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ചില അസൗകര്യങ്ങൾ കാരണം അത് 10 മണിയിലേക്ക് മാറ്റുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിനിടയിൽ തന്നെ ഇപ്പോൾ പോലീസ് ഇടപെട്ട് ഈ ഹോട്ടൽ മാനേജറോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇവിടെ പത്രസമ്മേളനം നടത്താൻ പാടില്ല, അതോടൊപ്പം തന്നെ PV അൻവറിനെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കരുതെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെന്റിനോട് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും PV അൻവർ പറയുന്നത് ഇങ്ങോട്ട് വരും എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം തീർത്ത് പറയുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥരടക്കം ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ DYSP നേരിട്ട് തന്നെ ഇടപെട്ടുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പത്രസമ്മേളനം നടത്താൻ കഴിയില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഈ പെരുമാറ്റച്ചട്ടം, അതായത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളത് കൊണ്ട് തന്നെ ഇന്ന് നിശബ്ദ പ്രചരണത്തിൻ്റെ ഒരു സമയമാണ്. ആ സമയത്ത് ഇത്തരത്തിലുള്ള പത്രസമ്മേളനം നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ നിലപാട്. ഏതെങ്കിലും തരത്തിൽ പത്രസമ്മേളനം നടത്തുകയാണെങ്കിൽ അത് തടയുമെന്നുള്ള ഒരു കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും PV അൻവറിൻ്റെ കാൻഡിഡേറ്റ് തന്നെയാണ് സുധീർ. അദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകളിലും അതോടൊപ്പം തന്നെ ബോർഡുകളിലുമൊക്കെ അൻവറിൻ്റെ ഈ ഫോട്ടോ പതിച്ച അത്തരത്തിലുള്ള ബോർഡുകൾ തന്നെയായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് അൻവർ സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ പത്രസമ്മേളനം നടത്താൻ കഴിയില്ല എന്നുള്ള ഒരു ശക്തമായ നിലപാട് തന്നെയാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും അൻവർ പറയുന്നത് ഏതായാലും താനൊരു MLA ആണ്, അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് വരും, അതായത് പത്രസമ്മേളനം നിർബന്ധമായി നടത്തുമെന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പത്രസമ്മേളനം നടത്തുകയാണെങ്കിൽ അത് പോലീസ് ഒരുപക്ഷെ അൻവറിനെ കസ്റ്റഡി എടുക്കാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ PV അൻവർ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തൊരു നേതാവ് എന്ന നിലയിൽ നിശബ്ദ പ്രചരണത്തിന്റെ സമയത്ത് കോഡ് ഓഫ് കോണ്ടക്ട് തടയും പ്രകാരമാണ് എന്നാണ്. ഇപ്പോൾ PV അൻവർ അവിടെ എത്തിയോ? നമുക്ക് ഹോട്ടൽ മാനേജ്മെന്റ് മാനേജറുടെ ഒരു പ്രതികരണം എടുക്കാം. അതെയോ, എന്താണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? അല്ല, നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞേക്കണം. നമ്മൾക്ക് പത്രസമ്മേളനം ഇവിടെ തന്നെ നടത്താനല്ലേ 9 മണിയായിരുന്നു പറഞ്ഞത്, പിന്നെ 10 മണിക്ക്. 10 മണി. ഇപ്പോൾ PV അൻവർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അൻവർ PA വന്നേക്കണം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞേക്കണം. PV അൻവർ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അവരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോലീസ് വന്ന് പറഞ്ഞു പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ല, ഇവിടെ വന്ന് ചോദിക്കുക, പത്രസമ്മേളനം ചോദിക്കുകയും ചെയ്ത്. ഏതായാലും ഇതാണ് ഇവരോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. PV അൻവറിന് ഭക്ഷണം ഒരുക്കുന്നതിന് ആവശ്യമാണ് PV അൻവറിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ പോലീസ് ഇവരോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പത്രസമ്മേളനം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളല്ലാതെ പാർട്ടികളുടെ എല്ലാ നേതാക്കളും ആ മണ്ഡലം വിട്ടു പോകണമെന്നാണല്ലോ നിശബ്ദ പ്രചരണത്തിന് സമയത്ത്. PV അൻവർ ഇപ്പോഴും ചേലക്കരയിൽ തന്നെ തുടരുകയാണോ AK അഭിലാഷ്? തീർച്ചയായിട്ടും നമ്മൾ തന്നെ ഇന്നലെ ഈ കാര്യത്തിലൊരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. കാരണം നേതാക്കളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികളും പുറത്തു വന്ന ആളുകളൊക്കെ പുറത്തു പോകേണ്ടതുണ്ട്. കാരണം വോട്ടർമാർക്ക് വോട്ട് രേഖപ്പെടുത്താൻ ഉള്ളൊരു സാഹചര്യം ഒരുക്കണമെന്ന് തന്നെയാണ് പെരുമാറ്റച്ചട്ടം പറയുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ്